സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായെന്ന മന്ത്രി GR അനിൽ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സാധനങ്ങളുടെ വിലവിവര പട്ടിക സഭയിൽ നിരത്തി പ്രതിപക്ഷത്തിന്റെ മറുപടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാർ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി TV ഇബ്രാഹിം MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഇവിടെ വിലക്കയറ്റമില്ല എന്നുള്ള രീതിയിൽ നിസ്സംഗമായി നിൽക്കുന്ന ഒരു ഭരണവർഗമാണ് സർ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായി ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പരാജയമായി സർ ഇവിടെ നിൽക്കുന്നത്. ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് സർ. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള അടിയന്തര നടപടി വേണം. ഈ കാര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് സർ ഞാൻ ഈ പ്രമേയം വഴി സർ ആവശ്യപ്പെടുകയാണ്. വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാതെ പ്രതിപക്ഷം നോട്ടീസ് നൽകിയെന്ന് പരിഹസിച്ച മന്ത്രി GR അനിൽ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായെന്നും കേരളത്തിലേത് ശക്തമായ പൊതുവിതരണ സംവിധാനമാണെന്നും പറഞ്ഞു. സർ, സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ വിപണി ഇടപെടൽ വിലക്കയറ്റം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനം ആയിട്ട് പോലും കേരളത്തിൽ വിലക്കയറ്റം രൂക്ഷമാകാതെ പോയതിന്റെ കാരണം LDF സർക്കാരിന്റെ ശക്തമായ വിപണി ഇടപെടൽ ആണെന്നുള്ള കാര്യം ഇരുപക്ഷവും ഓർക്കണം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം രാഷ്ട്രീയ പ്രേരിതമെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മന്ത്രിക്ക് വിലവിവര പട്ടിക നിരത്തിയായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നാളെ മാർക്കറ്റിൽ പോയി ഇന്നലത്തെ പച്ചക്കറിയുടെ വില എടുത്തു. കത്തിരി 25-ൽ നിന്ന് 50, ക്യാരറ്റ് 30-ൽ നിന്ന് 80, വെളുത്തുള്ളി 2 മാസം കൊണ്ടുള്ള വ്യത്യാസമാണ്. വെളുത്തുള്ളി 35-ൽ നിന്ന് 100. എല്ലാ സാധനങ്ങൾക്കും വ്യാപകമായി വില കൂടി. ഗവൺമെന്റിന്റെ മറുപടി എന്താണ്? സപ്ലൈകോ. ഞാൻ ചോദിക്കുന്നത്, ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടുക. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.